കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് പുറത്തെടുത്തത്. 76 റൺസ് കോഹ്ലി അടിച്ചുകൂട്ടി. ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് കോഹ്ലി നയിച്ചു. എന്നാൽ മറ്റാരും തന്നെ കളിക്കാത്തതുകൊണ്ട് ഇന്ത്യ ടെസ്റ്റിൽ തോറ്റിരിക്കുകയാണ്. കോഹ്ലി ഇന്ന് ഒറ്റയ്ക്കായിരുന്നു. ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് കൊടുത്തുവെങ്കിൽ കോഹ്ലി ഇന്ത്യൻ ടീമിനെ ചുമലിലേറ്റിയേനെ. പക്ഷേ എല്ലാ താരങ്ങളും ഒരുമിച്ച് ഫ്ലോപ്പായി. ഇന്ന് ഇന്ത്യ കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗില്ലൊക്കെ ഇപ്പോൾ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. വൺ ഡൗണിൽ മികച്ചൊരു താരത്തെ ഇന്ത്യക്ക് ആവശ്യമാണ്. കോഹ്ലി മാത്രമാണ് കളിച്ചത്. ഇന്ന് കളി തോറ്റ ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷേ എൻ്റെ ഒപ്പം സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു. ഗില്ലൊക്കെ വളരെ മോശം കളിയാണ് പുറത്തെടുക്കുന്നത്. ശ്രേയസ് സാധാരണ ടെസ്റ്റിൽ നന്നായി കളിക്കാറുണ്ട്, എന്നാൽ ഇപ്പോൾ അവനും ഫ്ലോപ്പാണ്. സഞ്ജുവിനെ പോലുള്ള യുവതാരങ്ങളെയാണ് ഇനി ടെസ്റ്റിൽ ആവശ്യമുള്ളത്. അവൻ്റെ അവസാനത്തെ സെഞ്ചുറി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ ടെസ്റ്റിൽ വന്നാൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഈ ഒരു ടെസ്റ്റ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇന്നത്തെ മാച്ചിൽ പുറത്തെടുത്തു, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ടീമിലെ എല്ലാ താരങ്ങളും നന്നായി കളിക്കണം. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത ടെസ്റ്റിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് കോഹ്ലി വ്യക്തമാക്കി. ഇന്ത്യൻ ടീമിൽ കോഹ്ലി മാത്രമാണ് ഇന്ന് കളിച്ചത്. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. രോഹിത് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ ജയ്സ്വാൾ, ഗില്ല്, ശ്രേയസ്, രാഹുൽ തുടങ്ങി എല്ലാവരും ഫ്ലോപ്പായി. ഒരു ഇന്നിങ്സിനും 32 റൺസിനും തോൽക്കുകയെന്ന് പറയുമ്പോൾ ഇതിന് വലിയ നാണക്കേട് ഇന്ത്യക്ക് ഇനി കിട്ടാനില്ല. പേരുകേട്ട ബാറ്റ്സ്മാൻമാർ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിന് മുന്നിൽ മുട്ടുമടക്കി. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു പരമ്പര നേടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്രാവശ്യമെങ്കിലും ഇന്ത്യ പരമ്പര നേടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ ആദ്യ ടെസ്റ്റിൽ തന്നെ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.